കടുവ പശുവിനെ ആക്രമിച്ചു കൊന്ന കൽപ്പറ്റയിലെ പെരുന്തട്ട എസ്റ്റേറ്റ് മേഖലയിലെ മനുഷ്യർക്ക് ആശങ്ക തുടങ്ങിയിട്ട് കാലങ്ങളായി. കടുവയും പുലിയും തുടങ്ങി എല്ലാം വിഹരിക്കുന്ന പ്രദേശമാണിത്. ഇതിനടുത്തുള്ള ആനപ്പാറയിലാണ് മാസങ്ങൾക്ക് മുൻപ് കടുവയും 3 കുട്ടികളും വളർത്തുമൃഗങ്ങളെ വേട്ടയാടിയത്. വന്യജീവി ആക്രമണം തുടർച്ചയായ സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ പശുവിന്റെ ജഡവുമായി ഇന്ന് ദേശീയപാത ഉപരോധിച്ചത്. ആവശ്യമായ നിയമനിർമ്മാണം വേണമെങ്കിൽ അതുണ്ടാകണം. എല്ലാ ഗവൺമെന്റുകളും ആ ഗവൺമെന്റുകളുടെ ഭാഗത്തു നിന്ന് നമുക്ക് പൂർണ്ണമായ സഹകരണം ഉണ്ടാകണം. പുലിപ്പേടി, കടുവപ്പേടി, ആനപ്പേടി. പെരുന്തട്ട, ആനപ്പാറ, ഓടത്തോട് നിവാസികളുടെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് നാളുകൾ ഏറെയായി. പെരുന്തട്ടയിൽ പശുവിനെ കൊന്നത് പുലിയെന്ന് വനം വകുപ്പ്, കടുവയെന്ന് നാട്ടുകാർ. എന്തായാലും ഇവിടുത്തെ നാട്ടുകാരുടെ സ്വസ്ഥതയ്ക്ക് മുകളിൽ വന്യമൃഗങ്ങൾ വിഹരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പെരുന്തട്ടയിൽ വന്യജീവി കൊന്നത് ഒരു പശുവിനെ കൂടി. ആക്രമിച്ചത് പുളിയാർക്കുന്ന സതീഷിന്റെ പശുവിനെ. മൃഗസംരക്ഷണ വകുപ്പിന്റെ പരിശോധനയിൽ കടുവയാണ് പശുവിനെ കൊന്നതെന്ന് വ്യക്തമായതായി നാട്ടുകാർ പറയുന്നു. എന്നാൽ വനം വകുപ്പിന്റെ വിശദീകരണം ആക്രമിച്ചത് പുലി എന്നാണ്. ആഴം നോക്കിയപ്പോൾ 2 ഇഞ്ചിൻ്റെ കൂടുതൽ ആഴമുണ്ട്. അപ്പോൾ ആഴം കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കടുവയാകാൻ ചാൻസ് ഉണ്ട്. തീർപ്പ് പറഞ്ഞില്ല, കടുവയാകാൻ ചാൻസ് ഉണ്ട് പറഞ്ഞു. പിന്നെ കടുവയെ ഇന്നലെ ഒരു 7:30 മണിയാകുമ്പോൾ ഈ താഴത്ത് വെച്ച് കണ്ടവരുണ്ട്. വന്യമൃഗശല്യത്താൽ പൊറുതിമുട്ടിയ ജനങ്ങൾ ഇതോടെ തെരുവിലേക്ക് ഇറങ്ങി. പശുവിന്റെ ജഡവുമായി വെള്ളാരംകുന്നിൽ ദേശീയപാത ഉപരോധം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നല്ല, കാരണം സ്വാഭാവികമായിട്ടും ഇത് ജനങ്ങളെ എടുക്കണം. ഒടുവിൽ ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. വന്യജീവിയെ കൂടുവെച്ച് പിടികൂടുമെന്ന് ഉറപ്പു നൽകി. പ്രദേശത്ത് നൈറ്റ് പട്രോളിംഗ് ശക്തമാക്കും. ഇവിടുത്തെ എസ്റ്റേറ്റ് കാട് വെട്ടിത്തെളിക്കാൻ നടപടിയുണ്ടാകും. വന്യജീവിയെ പിടികൂടാൻ ഉച്ചയോടെ കൂടെത്തിച്ചു. ഏതാനും മാസങ്ങൾ മാത്രം മുമ്പാണ് പെരുന്തട്ട എസ്റ്റേറ്റിലെ കുന്നിൻ മുകളിൽ ഒരു പുലി സ്ഥിര സാന്നിധ്യമായത്. അതിനു തൊട്ടുമുമ്പും വന്യജീവി ആക്രമണത്തിൽ നിരവധി വളർത്തുമൃഗങ്ങൾ ഇവിടെ ചത്തിരുന്നു. പ്രദേശവാസികൾക്ക് അല്പമെങ്കിലും ആശ്വാസമുണ്ടാകണമെങ്കിൽ കാടിറങ്ങുന്ന വന്യജീവികൾ കൂട്ടിലാകണം. അല്ലാത്ത പക്ഷം ഈ ആശങ്കയോടുകൂടി തന്നെ ജീവിതം തുടരേണ്ടി വരും. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ഇവിടെ ജിൻസ് കുര്യാക്കോസ് ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വന്യമൃഗശല്യം തടയാൻ എന്താണ് വഴി? നിയമസാധുതയുള്ള സൊല്യൂഷനാണ് കണ്ടുപിടിക്കേണ്ടതെന്നാണ് ജിൻസ് പറയുന്നത്. ട്രെഞ്ച് കൊണ്ടൊന്നും നടക്കില്ല. കാട് കുറയുന്നു, എയർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, കാലാവസ്ഥ, ഭക്ഷണം, ഇതെല്ലാം കാരണമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിൻസ് പറഞ്ഞ കാരണങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ കാട് കുറയുന്നില്ല. കേരളത്തിലെ ഔദ്യോഗിക കണക്കനുസരിച്ച് സംസ്ഥാനത്ത് കാടിൻ്റെ വിസ്തൃതിയിൽ കുറവുന്നില്ല, അത് നേരിയ തോതിൽ കൂടുന്നുണ്ട് എന്നുള്ളതാണ് പുതിയ കണക്കുകളൊക്കെ വ്യക്തമാക്കുന്നത്. പക്ഷേ അതല്ല, കാട്ടിൽ മറ്റെന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അവിടുത്തെ ആവാസ വ്യവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകാം, നമുക്കറിയില്ല. അതൊക്കെ ശാസ്ത്രീയമായി പരിശോധിച്ച് വിലയിരുത്തി വിശകലനം ചെയ്യേണ്ട വിഷയങ്ങളാണ്. പക്ഷേ കാലാവസ്ഥ മാറ്റമൊക്കെ ഇതിന് കാരണമാണ്. താങ്കൾ പറഞ്ഞ ആ കാര്യം ശരിയാണ്. അപ്പോൾ വനം വകുപ്പിൻ്റെ സ്ഥിര സാന്നിധ്യം ഈ കടുവ അതുപോലെ തന്നെ മറ്റു വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലത്ത് വേണം എന്ന് പ്രദേശത്തുകാർ പറയുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് കൂടുതൽ എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളതെന്ന് കേൾക്കാം നമുക്ക്. എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. പുലിനെ ഞാൻ കണ്ടിട്ട് ഇതിപ്പോൾ നമ്മൾ ആ സമയത്ത് ഫോട്ടോ എടുക്കുക, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ ശരീരം അത്ര ഇതല്ലേ, ചീറ്റ പേടിച്ച് പോയിക്കല്ലേ. ഇതൊന്നും പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ പെരയിലെത്തി. ഇതിപ്പോൾ കടലിൻ്റെ ഇതിൻ്റെ നടക്കാമെന്ന് പറഞ്ഞ വഴിക്കാണ് ഞാൻ. തുടർച്ചയായി ഈ പ്രശ്നം ജനങ്ങളെ ആകെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് DFIക്കും കളക്ടർക്ക് അടക്കം നേരിട്ട് നമ്മൾ ഇവിടുത്തെ ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ പരാതി കൊടുക്കുന്ന സ്ഥിതിയുണ്ടായി. ആ പരാതി കൊടുത്തതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് ഒരു ഇടപെടൽ കാര്യമായിട്ട് ഈ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ആനപ്പാറയിലായിരുന്നു കടുവൻ്റെ. അത് നേരെ ഇങ്ങോട്ട് കയറിയതാ, ചുണ്ട വഴി ഇങ്ങോട്ട് കയറിയതാ. പുലിനെ ഞാൻ ഇതിന് മുന്നേ എൻ്റെ വീട് താഴെയാണ്, സിറ്റ് ഔട്ടിലിരിക്കും ഞാൻ. അപ്പോൾ പുലി ആ വയലിൽ കൂടെ വരുന്നത് കണ്ട് ഒരു പ്രാവശ്യം പന്നീൻ്റെ പുറകിൽ ഓടിച്ചു പോകുന്നത് കണ്ട് ഇങ്ങോട്ട് കയറി. രാത്രി ഇതിലെ പോക്ക് ഇടക്കിടക്ക് നമ്മൾ കാണലുണ്ട് സാധനത്തിനെ. പകല് പോകുമ്പോൾ തന്നെ പേടിച്ചിട്ടാണ് പോകുന്നത്. സ്കൂളിലൊക്കെ നടന്നു പോകുന്ന കുട്ടികളുണ്ട്. നമ്മളെ ഭാഗത്ത് നിന്ന് വരുന്നത് നമ്മളെ മോളൊക്കെ നടന്നിട്ടേ വരില്ല. പക്ഷെ ഇന്നിപ്പോൾ സ്കൂൾ തുറന്നുകൊണ്ടും പിന്നെ ഇന്നലെ പശുക്കളെ പിടിച്ചുകൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക്. ഇതിനെങ്ങനെയെങ്കിലും ഈ എസ്റ്റേറ്റ് തുറക്കാത്ത പക്ഷേ ഒരു കാര്യങ്ങൾ നടക്കൂല. ഈ എസ്റ്റേറ്റ് ഇങ്ങനെ പൂട്ടി കിടക്കുന്നതുകൊണ്ടാണ് ഈ പുലിശല്യം കണ്ടമാനം ഒന്ന് കയറുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ചേലോട് ഭാഗത്ത് കടുവുള്ളതുകൊണ്ടാണ് ഇവിടെ കാട്ടാൻ അങ്ങോട്ട് ഇറങ്ങണത്. കടുവുള്ളിടത്ത് ആന നിൽക്കില്ല.
ഇതിന് മുന്നേ ആന ഇറങ്ങിയത് അങ്ങനെയാ. ഇവിടെ പുള്ളിപ്പുലിയുണ്ട്, ചോലനായ്ക്കളുണ്ട്, ചെന്നായ്ക്കളുണ്ട്, അപ്പം കടുവയായി.